വലിയ താരപ്രചാരകർക്ക് ഇറക്കിയാണ് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പേട്ടയിൽ മത്സരിക്കുന്ന SP ദീപകിനൊപ്പം പ്രചാരണത്തിനായി നമ്മുടെ പ്രശസ്ത നടൻ സുധീർ കരമനയൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ സുഹൃത്ത് ഒരുമിച്ച് പഠിച്ച സഹപാഠിക്ക് വേണ്ടി കളത്തിലിറങ്ങുകയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനപങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമുക്കറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇത്തവണ പേട്ട വാർഡിൽ മത്സരിക്കുന്നു. അതും ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. സുഹൃത്ത് കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആ സുഹൃത്ത് ഈ മത്സരരംഗത്ത് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? കാരണം ഇത് വൈകിയോ? അദ്ദേഹം വളരെ നേരത്തെ മത്സരിക്കേണ്ടതായിരുന്നില്ലേ ഈ കോർപ്പറേഷൻ? ഇല്ല, ഞാൻ ഇദ്ദേഹം ഒരിക്കലും വൈകി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ചാടിക്കയറി ഓരോരോ സ്ഥാനം നിർവഹിക്കുന്ന ഒരു വ്യക്തി അല്ല ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഒന്നൊന്നായിട്ട് തന്നെയാണ് കയറി വരാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് കയറി വരുന്നത്. ആരെയും മറികടന്ന് വരുന്നൊരു സ്വഭാവം അന്നേ ദീപക് എസ്പിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മത്സരിച്ചത്. കോളേജിലെ ഫസ്റ്റ് ടീച്ചർ ഉറപ്പായിട്ടും നമ്മൾ പറയാൻ പറ്റുന്ന ഒരു ഹൈറാർക്കിയുണ്ട്. അത് കഴിഞ്ഞ് മാഗസിൻ യൂണിറ്റ്, അത് കഴിഞ്ഞ് ചെയർമാൻ, ഓരോരോ സ്ഥാനം നിർവഹിച്ച സിറ്റി കമ്മിറ്റി മെമ്പറാകുന്നു. SFIയുടെ ഓരോരോ സ്ഥാനങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഡിഫിയിൽ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു. എല്ലാ സ്ഥാനങ്ങളും നിർവഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് നല്ല സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നത്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിനോടൊപ്പം. ഈ സുഹൃത്തുക്കളെയൊക്കെ രംഗത്തിറക്കി വലിയ രീതിയിലൊരു താരപ്രചാരണം നടത്താൻ തന്നെയാണോ പരിപാടി? അല്ല, സ്വാഭാവികമായി പ്രചരണ രംഗത്ത് എല്ലാ സുഹൃത്തുക്കളും ചേരുന്നത് പോലെയാണ് പിന്നെ സുധീറും കൂടി ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായി ഇതുപോലെ ബന്ധമുള്ള ആളുകൾ ഇതിനോടൊപ്പം ഉണ്ടാകും. അത് താരങ്ങൾ മാത്രമല്ല, എല്ലാ സാധാരണപ്പെട്ട ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും.